ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ വിശുദ്ധ സഭയിലെ ആദ്യത്തെ അംഗങ്ങൾ ആരൊക്കെയാണെന്നറിയാമോ? പെന്തിക്കോസ്തി നാളിൽ സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാരും ശിഷ്യന്മാരായ 120 പേരുമാണ് നമ്മുടെ വിശുദ്ധ സഭയിലെ ആദ്യത്തെ അംഗങ്ങൾ. സഭ എന്നതിന് എക്ലസ്യ എന്നാണ് ഗ്രീക്ക് പദം. പ്രത്യേക ദൗത്യത്തിനായി വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടം, അതായത് സഭ. സഭയ്ക്ക് ഒരേ ഒരു ദൗത്യമാണുള്ളത്, അത് ക്രിസ്തുവിൻ്റെ ദൗത്യമാകുന്നു. ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നടത്തിയ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ലോകത്ത് പൂർത്തീകരിക്കുന്നതാവുന്നു. ഇതിനായി സഭയെ വിളിച്ചിരിക്കുന്നു. ഈ വിളി നാം കേട്ടുവോ എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് നാം അയക്കപ്പെട്ടിരിക്കുന്നത്? എന്താണ് സഭയാകുന്ന നമ്മുടെ ദൗത്യം? നമ്മുടെ ഭവനത്തിലേക്ക് നമ്മെ അയച്ചിട്ടില്ലേ? നമ്മുടെ ഇടവകയിലേക്ക് നമ്മെ അയച്ചിട്ടുണ്ട്. എന്തിന്? ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാം ക്രിസ്തുവാൽ അയക്കപ്പെട്ടവരാണ്. അറിവിൻ്റെ വിസ്ഫോടനം ലോകത്തെ നമ്മുടെ വിരൽ തുമ്പിൽ നിർത്തുമ്പോൾ അവിടെയും എവിടെയൊക്കെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്ന് വേണ്ട എല്ലായിടത്തും നാം ക്രിസ്തുവാൽ അയക്കപ്പെട്ടവരാണ്. ഈ അയക്കപ്പെടുന്നവർക്ക് എന്തിനാണ് അയക്കപ്പെട്ടത് എന്ന ദർശനം, വിഷൻ ഉണ്ടായിരിക്കണം. സഭയുടെ ദൗത്യം മറ്റാരിലെങ്കിലുമാണ്, എന്നിലല്ല എന്ന ചിന്ത നാം വെടിയണം. സഭയുടെ ദൗത്യം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൗത്യമാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി ജീവിക്കുവാൻ ഒരു ക്രൈസ്തവൻ കർത്താവിൻ്റെ ചിന്തകളിലൂടെ ചിന്തിക്കുന്നവനും, കർത്താവിൻ്റെ ശബ്ദത്തിലൂടെ സംസാരിക്കുന്നവനും, കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ സ്നേഹിക്കുന്നവനും, കർത്താവിൻ്റെ കരങ്ങളിലൂടെ സഹായിക്കുന്നവനുമായിരിക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി ഈ ലോകത്ത് ദൈവത്തിൻ്റെ ദൗത്യം ക്രിസ്തുവിലൂടെ നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വം.